വിപ്പിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് വീട്ടിൽ 1 മണിക്കൂർ താഴെ സമയം ചിലവഴിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് മോയിസ്റ്റ് ഡെലീഷ്യസ് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് കേക്കാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം നമുക്ക് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഓവനില്ലാത്തോലും പേടിക്കേണ്ട, നമുക്ക് ഓവൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഒരു വലിയൊരു പാത്രം വെക്കുക, എന്നിട്ട് അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ പാത്രം അടച്ച് വെച്ചിട്ട് നമ്മൾ ചൂടാക്കാൻ വെക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം വെച്ചാൽ ഈ ഒരു ഓവൻ്റെ പ്രീഹീറ്റിൻ്റെ അതേ സെറ്റപ്പ് നമുക്ക് അവിടെ റെഡിയായി. അടുത്തതായി നമുക്ക് കേക്കിന് ആവശ്യമായ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനൊരു ഉണങ്ങിയ പാത്രം എടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലൊരു അരിപ്പ വെക്കുക. ഞാനിവിടെ 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. അത് അരിപ്പ ഉപയോഗിച്ച് ആദ്യം കട്ടകളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഒന്നെങ്കിൽ നമുക്കിങ്ങനെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ അരിപ്പയിൽ തന്നെ 3 പ്രാവശ്യം ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വിസ്ക് ഉപയോഗിച്ച് ഇളക്കിയെടുക്കാം. ഇതിൽ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്കൊരു സോഫ്റ്റ് ഡെലീഷ്യസ് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തത് നമുക്ക് എഗ് ബാറ്റർ റെഡിയാക്കി എടുക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ 2 മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ അതില്ലാത്തതുകൊണ്ട് 3 ചെറിയ നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ ഇല്ലാത്തോലും പേടിക്കേണ്ട, നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ അവിടെ ബീറ്റർ ഉള്ളതുകൊണ്ട് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് 3 തവണ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം മുട്ടൻ്റെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. വീണ്ടും പഞ്ചസാര കുറച്ച് ആഡ് ചെയ്യുക, ബീറ്റ് ചെയ്തെടുക്കുക. വീണ്ടും പഞ്ചസാര ആഡ് ചെയ്യുക, ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. ആ പഞ്ചസാര ഫുള്ള് അലിയണത് വരെ നമുക്കിത് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ച് ചെയ്യണമല്ലോ ശ്രദ്ധിക്കുക. ബീറ്റർ ഒരിക്കലും ചൂടാകാൻ പാടില്ല. അത് ചൂടായി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഓഫ് ചെയ്തിട്ട് എന്നിട്ട് വീണ്ടും ചെയ്യുക. അങ്ങനെ വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇത് സോഫ്റ്റ് കേക്കായി കിട്ടൂല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക. മുട്ടയുടെ ആ ഒരു കുത്തൽ മാറി കിട്ടാനാണിത് ചെയ്യുന്നത്. ഇനി എന്നിട്ട് അത് വീണ്ടും ഒരു 2 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഈ ബീറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ ഞാൻ ഇവിടെ 2-ലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാൻ. നിങ്ങൾക്ക് തീരെ സൺഫ്ലവർ ഓയിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വേണമെങ്കിൽ കുറച്ച് കുറക്കാം, അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം ബട്ടർ ആഡ് ചെയ്താലും മതി. ബട്ടറിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും പറ്റണമെന്നില്ല, അതാണ് ബട്ടർ ഞാൻ അധികം പ്രിഫർ ചെയ്യാത്തത്. പിന്നെ നമ്മളിത് ഏകദേശം 2 മിനിറ്റോളം വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അടുത്തത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യണം. നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ആദ്യം ഈ ഒരു മുട്ടൻ്റെ മിക്സിലേക്ക് ഇത്തിരി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു 1/3 കപ്പോളം പാലെടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് ഒഴിക്കുക. വീണ്ടും വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യുക. വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒഴിക്കുക, ബീറ്റ് ചെയ്യുക. പാൽ ഒഴിക്കുക, ബീറ്റ് ചെയ്യുക. വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒഴിക്കുക, ബീറ്റ് ചെയ്യുക. വീണ്ടും പാൽ ഒഴിക്കുക, ബീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ട് ഇതൊന്ന് ചെയ്തെടുക്കുക. ഇനി സ്പാച്ചുല അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഈ സൈഡിലുള്ളതൊക്കെ ഈ ഒരു മിക്സിലേക്ക് ആക്കുക. എന്നിട്ട് 1-2 മിനിറ്റോളം വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇങ്ങനത്തെ സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് ട്രയലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ട്രയൽ ഇല്ലെങ്കിലും ഒരു പേരും പേടിക്കേണ്ട. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുക്കുക, എന്നിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒന്ന് തൂവി കൊടുക്കുക. അതേപോലെ ഇതിലും സൺഫ്ലവർ ഓയിൽ സൈഡിലാക്കി കൊടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. നമുക്ക് കുക്ക് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞൊരു 25 മിനിറ്റാണ്. അപ്പോൾ 25 മിനിറ്റിൽ റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു മാക്സിമം 30 മിനിറ്റാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഈ കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് കേക്കിലേക്ക് ആവശ്യമായ ഒരു സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് 1 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ല മധുരമുള്ള കേക്കാണ്. സോ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പഞ്ചസാരൻ്റെ അളവ് കുറക്കാം. നമ്മുടെ സ്പഞ്ച് തന്നെ നല്ല മധുരമുള്ള സ്പഞ്ചാണ്. ഇനി അതിലേക്കൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. ഇതൊന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് 2 ടീസ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്യാം. കോഫി പൗഡർ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, അതൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കോഫി പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ ഞാൻ ഇവിടെ ഫ്ലെയിം ഏകദേശം 800-ലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഗ്യാസുമേലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ. അപ്പോൾ നമ്മൾ സിറപ്പിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായ ഗനാഷ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ സിറപ്പ് ചെയ്ത് അതേ പാത്രത്തിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു വൃത്തിക്ക് കേകിയെന്നുള്ളൂ. 250 ml ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സെയിം എമൗണ്ട് ഒന്നെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് 125 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്, 125 ഗ്രാം മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. അത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് ഒന്ന് അലിയിച്ചെടുക്കണം. നമ്മുടെ ഫ്ലെയിം ഈ സമയം പറ്റ ലോ ആക്കിയിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്.
ഈ ഒരു കേക്കിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം എടുക്കാം. വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ക്രീമിൻ്റെ അളവിനേക്കാളും കുറച്ചിട്ട് വേണം എടുക്കാൻ. പക്ഷേ ഫ്രഷ് ക്രീമാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആവശ്യമായ എല്ലാ സാധനവും റെഡി ആയി കഴിഞ്ഞ് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ളൂ. നമ്മുടെ കേക്ക് 25 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൽ ഒന്നായിട്ടൊന്ന് ഹോള് കുത്തി കൊടുക്കുക. ഞാനിവിടെ പപ്പടക്കോലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. പിന്നെ കേക്ക് ചൂടാറിയിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സിറപ്പ് ഫുള്ള് ഈ ഒരു കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണമെന്ന് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ഫുൾ സിറപ്പ് ഇതിലേക്ക് ഒഴിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ചൂടാറി കിട്ടും. നമ്മൾ സിറപ്പൊക്കെ ചൂടാറിയിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. അത് ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി അടുത്തത് നമുക്ക് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ സിറപ്പ് ഒഴിച്ച് ഏകദേശം ഒരു 3-4 മിനിറ്റിന് ശേഷം വേണം ഗനാഷ് ഒഴിക്കാൻ. അത് നേരത്തെ നമ്മൾ സിറപ്പ് ചെയ്തപ്പോൾ തന്നെ ഫുൾ ഗനാഷ് ഈ ഒരു കേക്കിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഈ ഒരു കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇനി എവിടെയെങ്കിലും ആവാത്തതുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ആയിക്കോളും. ഇനി വേണമെങ്കിൽ നമുക്കിത് ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ പറ്റും. പക്ഷെ ഞാനതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്താണോ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനം അത് വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ചെറീസാണ് വെച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം. ഈ സമയം നമുക്ക് വേണമെങ്കിൽ കേക്കിലേക്ക് ക്രഷ് ചെയ്ത നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ആഡ് ചെയ്യാം. ഒന്നാമത് ഓവർ ചോക്ലേറ്റ് ആണ് ഈ ഒരു കേക്ക് ഫുള്ള്. പിന്നെ ഞാൻ ചോക്ലേറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് ചെറീസ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനിതൊരു ഓവർനൈറ്റ് ഒന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ഏകദേശം 1 മണിക്കൂറിന് താഴെ വെച്ചിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു കേക്ക് കാണുമ്പോഴത്തേനറിയാം, കാണാൻ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഭയങ്കര മോയിസ്റ്റുമാണ്. കഴിക്കുമ്പോഴൊക്കെ നമ്മൾ വായിൽ വെച്ചാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു ടൈപ്പ് കേക്കാണ്. അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഓൾ.